ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പാട്ട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫാമിലിയുമായിട്ട് ചാവക്കാടുള്ള മറൈൻ വേൾഡിൽ എത്തിയൊരു കാഴ്ചയാണ്. ഇവിടെ നല്ല അടിപൊളി മീനിൻ്റെ അക്വേറിയങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് അവർ ഈടാക്കുന്നത് 400 രൂപ എൻട്രി ഫീസ് വലിയ ആളുകൾക്ക് ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 250 രൂപയും 5 വയസ്സിന് ചോടുള്ളവർക്കാണെങ്കിൽ ടിക്കറ്റൊന്നും ഈടാക്കുന്നില്ല. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ചാർജ് ഇല്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ചാർജ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ടിക്കറ്റ് നിരക്ക് വരുന്നത്. അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരുപാട് നല്ല അടിപൊളി രീതിയിലുള്ള അക്വേറിയങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ടൈം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഒരുപാട് ഏരിയകളാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തത്. ഒരുപാട് ആളുകളും വരുന്നുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ. അപ്പോൾ നല്ല അടിപൊളിയുള്ള കളർ മത്സ്യങ്ങൾ പല രൂപത്തിൽ ഗ്ലാസിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലൊക്കെ പല രീതിയിലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാവുന്ന രീതിയിലുള്ള പല വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കയറാൻ സെപ്പറേറ്റ് നമ്മൾ ഫീസ് കൊടുത്ത് കയറണം. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചാവക്കാട് ബീച്ച് എന്ന് പറഞ്ഞ വലിയൊരു ബീച്ചാണ്. അപ്പോൾ ആ ബീച്ചിലെ ചില കാഴ്ചകളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വെക്കേഷൻ ആയ സമയങ്ങളിലും അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച അതൊരു പ്രത്യേകത തന്നെയാണ്. കാരണം പല രീതിയിലുള്ള നല്ല കട്ടിയുള്ള ഗ്ലാസ് ഉപയോഗിച്ചൊക്കെ ആണ് ഇവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ഈ മീനിൻ്റെ വെള്ളത്തിലൊന്നും കൈയൊന്നും ഇടാതെ നോക്കുക. കാരണം അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആ രീതിയിൽ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഉള്ളിൽ തന്നെ നമുക്ക് ചെറിയ തോതിലുള്ള സ്നാക്സും അതുപോലെ തന്നെ കുടിവെള്ളങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് ഉള്ളിൽ. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പിന്നെ കൂടുതലായിട്ട് വേണ്ടവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ പുറത്തും നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞാലും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നിക്ഷേപിക്കാനുള്ള ഡബ്ബകളൊക്കെ ഉണ്ട്. അതിൽ തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ നിക്ഷേപിക്കാൻ നോക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കടലാസുകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയൊന്നും ചെയ്യരുത്. അത് അവർ പ്രത്യേകം അവിടെ നോട്ടീസ് ബോർഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിലൊക്കെ പാർക്കും കാര്യങ്ങളൊക്കെ ക്ലീനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഒന്ന് നോക്കാനുള്ളത്. പിന്നെ ഈ പാർക്കിൽ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ബൈക്ക് പോലത്തെ ഒരു വണ്ടിയൊക്കെ ഓടിക്കാനുള്ള കുട്ടികൾ സെപ്പറേറ്റ് ഫീസൊക്കെ കൊടുത്തിട്ട് ഓടിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ കുതിര സവാരികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് നമ്മൾ കയറുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ വാഹനങ്ങളൊക്കെ ഒതുക്കി പാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിയുന്നതും പുറത്തുനിന്ന് കഴിച്ചിട്ട് തന്നെ കയറാൻ നോക്കുക. കാരണം ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഭക്ഷണങ്ങളില്ലെങ്കിലും ചെറിയ തോതിലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ പുറത്തുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കയറുക. അപ്പോൾ അതാവും ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് ടൈം നമുക്കവിടെ കാണാനുള്ള കാര്യങ്ങളുണ്ട്. അത്രയും ടൈം നമുക്ക് നടന്ന് കാണാനുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ പറയുന്ന അതുപോലെ തന്നെ പല ഇൻഫർമേഷനുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അനുസരിക്കണം. പിന്നെ അവിടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കിയിട്ട് വേണം ഫോട്ടോ എടുക്കാൻ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ബാധ്യസ്ഥനായിരിക്കണം. അപ്പോൾ അവിടുത്തെ ഓരോ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാവരും പാലിച്ച് നല്ല രീതിയിൽ തന്നെ അവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് നമുക്ക് നല്ല രീതിയിൽ കാണാനുള്ള അവസരങ്ങളും നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള പെർമിഷനൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഞാൻ വിടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ ചെറിയ വീഡിയോകളുമായിട്ട് വരാം. അതുവരെ നന്ദി, നമസ്കാരം.